ചെവിയിലെ വാക്സ് നീക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. ഇത് പലപ്പോഴും വലിയ അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ചെവിയിലെ വാക്സ് എന്തിനാണെന്നും ഇത് നീക്കേണ്ട വഴികളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ചെവിയിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് വേദനയാകില്ല. ചെവിയിൽ അടിഞ്ഞുകൂടുന്ന ചെളി അഥവാ വാക്സ് അഥവാ ചെവിക്കായം തന്നെയാകും. ദുർഗന്ധത്തോടു കൂടിയ അറപ്പുളവാക്കുന്ന ഈ വസ്തു നീക്കാൻ വേണ്ടി പല വഴികളും പരീക്ഷിക്കുന്നവരും മെഡിക്കൽ സഹായം തേടുന്നവരുമുണ്ട്. ചെവിക്കുള്ളിലെ ഒരു ഗ്ലാൻഡിന്റെ പ്രവർത്തനം കാരണമാണ് ഈ വാക്സ് ഉണ്ടാകുന്നത്. ഈ ഗ്ലാൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികളോട് സാമ്യമുള്ള ഒന്ന് തന്നെയാണിത്. വാസ്തവത്തിലെ ചെവിക്കുള്ളിലെ ഈ ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന എയർ വാക്സ് വെറും അഴുക്കല്ല. ഇതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ചെവിയിലൂടെ വെള്ളം, പൊടി തുടങ്ങിയ പല കാര്യങ്ങളും കയറിപ്പോകാം. അതായത് കേൾവിക്ക് വരെ തകരാറുണ്ടാക്കുന്നവയാണ് ഇവയെല്ലാം. ഇതിന് തടഞ്ഞു നിർത്തി ചെവിക്ക് സംരക്ഷണം നൽകുകയെന്ന ഒരു കടമ നിർവഹിക്കുന്ന ഒന്നിന്റെ ഫലമായി വരുന്നതാണിത്. ഇത് പിന്നീട് വായയുടെ ചലനങ്ങൾ മൂലം പുറത്തേക്ക് ചെവിക്കായത്തിന്റെ രൂപത്തിൽ വരുന്നു. സാധാരണഗതിയിൽ ഇത് പ്രശ്നമുണ്ടാക്കില്ല. എന്നാൽ ചിലരിൽ ഇത് അടിഞ്ഞുകൂടി കട്ടിയായി ഇത് കേൾവി കുറയ്ക്കുകയും ചെയ്യുന്നു. നാം പലപ്പോഴും ബഡ്സ് ഉപയോഗിച്ച് ഇത് വൃത്തിയാക്കാൻ നോക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് കയറി പ്രശ്നമുണ്ടാക്കുന്നു. അത് കൂടുതൽ അകത്തേക്ക് കയറി പോകുന്നു. ഇത് കല്ല് രൂപത്തിലാകുമ്പോൾ ഇതിന്റെ മർദ്ദം കാരണം വേദന തോന്നിപ്പിക്കുന്നു. ചെവിയുടെ ഈ ഭാഗത്തെ വേദനയുണ്ടാക്കുന്ന നെർവുകളിൽ ഈ വാക്സ് മർദ്ദം ഏൽപ്പിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നു. ഇത് തലവേദനയാകും, തലകറക്കമാകും, കേൾവിക്കുറവും ഉണ്ടാകും. നാം ഇത് ബഡ്സ് പോലുള്ള ഉപയോഗിച്ച് വൃത്തിയാക്കാൻ നോക്കുമ്പോൾ ഇത് ഇയർ കനാൽ ഭാഗത്തേക്ക് നീങ്ങി ഉള്ളിലേക്ക് വല്ലാതെ നീങ്ങി പുറത്തേക്ക് വരാൻ പറ്റാതെയാകും. ഇത്തരം അവസ്ഥകളിലാണ് വാക്സ് പ്രശ്നമായി വരുന്നത്. പുറത്തേക്ക് വരാത്ത ഇത്തരം വാക്സ് തനിയെ എടുക്കാൻ നോക്കുന്നത് ദോഷകരമാണ്. കാരണം ഇയർ കനാലിൽ ഒരു വളവുണ്ട്. അതിനാൽ തന്നെ നേരിട്ടിടുന്ന ബഡ്സ് വെച്ച് ഇത് വൃത്തിയാക്കാൻ സാധിക്കാതെ വരുന്നു. ഇത്തരം കുടുങ്ങിക്കിടക്കുന്ന വാക്സ് പുറത്തെടുക്കാൻ ചില നാച്ചുറൽ ആയിട്ടുള്ള വഴികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ കട്ടയായിട്ടുള്ള മെഴുക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് ചില വസ്തുക്കൾ നമ്മുടെ ചെവിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്വാഭാവികമായിട്ട് തന്നെ അത് പുറത്തേക്ക് ഒലിച്ചു വരുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം, അതുപോലെ ഗ്ലിസറിൻ ഉപയോഗിക്കാം, കൂടാതെ മിനറൽ ഓയിലും ഉപയോഗിക്കാം. 1-2 തുള്ളി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല. ഇത് മൂന്നും കൂടി ഒരുമിച്ചല്ല ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ചെറിയ ചൂടെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് 1-2 തുള്ളി മാത്രം ചെവിയിലേക്ക് ഇറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഏത് ചെവിയിലാണോ ഒഴിച്ചത് ആ ചെവി താഴേക്ക് വരുന്ന രീതിയിൽ കിടക്കുക. അങ്ങനെ കിടക്കുമ്പോൾ ഈ അലിഞ്ഞു വരുന്ന വാക്സ് താഴേക്ക് ഇറങ്ങി വരുന്നതാണ്. ഇനി ഇതൊന്നും ചെയ്തിട്ടും വാക്സ് റിമൂവ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ഇനി ഈ വാക്സ് പല നിറത്തിലും കാണപ്പെടാറുണ്ട്. വൈറ്റ് കളറിൽ കാണാറുണ്ട്, ഗ്രീനിഷ് കളറിൽ കാണാറുണ്ട്, അതുപോലെ ബ്ലഡ് കലർന്ന കളറിലും കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെവിയിൽ നിന്നും വളരെ ദുർഗന്ധം ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെവി അധികം നനയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചെവി വേദന ഉണ്ടാവുകയാണെങ്കിൽ, ഇയർ ബാലൻസിങ് തെറ്റുകയോ അതുപോലെ ചെവിക്കുള്ളിൽ നല്ല ചൊറിച്ചിലുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഇനി ചിലർ ചെവിക്കായം പോകാൻ വേണ്ടിയിട്ട് ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ചു നോക്കാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരിക്കലും ചെവിയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കരുത്. ഇത്തരം വഴികൾ പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ വാക്സ് റിമൂവ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ENT വിദഗ്ധന്റെ സഹായം തേടാവുന്നതാണ്. ഇവരുടെ അടുത്ത് സിറിഞ്ചിങ്, വാക്സ് സോഫ്റ്റനിങ്, സെക്ഷൻ പോലുള്ള പല വഴികളും ഉണ്ടാകും. അതല്ലാതെ നാം തനിയെ ഇത് ചെയ്യാൻ നോക്കിയാൽ ദോഷം വരുത്തുകയേ ഉള്ളൂ. നാം വരുത്തുന്ന ചെറിയ തെറ്റുകൾ പോലും കേൾവിയെ പോലും ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ പലപ്പോഴും കുട്ടികളിൽ ഇത്തരം വാക്സ് പ്രശ്നം കൂടുതലായി വരാം. ഇവിടെ പലപ്പോഴും വീട്ടിലുള്ളവർ തന്നെ ഇത് വൃത്തിയാക്കാനുള്ള വഴികൾ പരീക്ഷിച്ച് ചിലപ്പോൾ വലിയ അപകടത്തിലേക്ക് പോയേക്കാം. നീർക്കെട്ട്, വേദന, കേൾവിക്കുറവ്, ചെവിയിലെ പഴുപ്പ്, അണുബാധ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ